ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് 6 ദിവസമായി. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയാം. നമുക്കിപ്പോൾ എയർലൈൻ 2 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് എല്ലാ ഫ്ലൈറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഷെഡ്യൂളിങ് ഡേറ്റ്സും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ മെയിൻലി 3 ഫ്ലൈറ്റ്സിനെ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. എനിക്ക് കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ കുറിച്ചിട്ടാണ്, പിന്നെ എയർ അറേബ്യ, പിന്നെ ഖത്തർ എയർവേസിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡേറ്റ് ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ടിന് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് എന്നാണോ അവിടെ നിന്ന് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യാം. അത് നിങ്ങൾക്ക് ചാറ്റ് ബോട്ട് വഴി അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ചെയ്യാൻ പറ്റും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ. അതുപോലെ എയർ അറേബ്യ ആണെങ്കിൽ 15 ഡേയ്സ് ആണ് സൈറ്റിൽ കാണിക്കുന്നത്. അവിടെയും ഫുൾ റീഫണ്ട് പോളിസി കാണിക്കുന്നുണ്ട്. പിന്നെ ഖത്തർ എയർവേസിൻ്റെ ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡേറ്റ് ചേഞ്ച് 14 ഡേയ്സ് എന്നാണ് പറയുന്നത്. അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 15 വരെയുള്ള ആൾക്കാർക്കാണ്. ഇനി എങ്ങനെ ഇത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണോ ട്രാവൽ ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മാനേജ് ബുക്കിംഗ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആവുക. നിങ്ങളുടെ ബുക്കിംഗ് റെഫറൻസും ലാസ്റ്റ് നെയിം, അതായത് പാസ്പോർട്ടിൽ എന്താണ് നിങ്ങളുടെ ലാസ്റ്റ് നെയിം അതും കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്ത് നിങ്ങൾക്ക് റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ഓപ്ഷൻ കാണിക്കും. എയർലൈൻസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ.